സംസ്ഥാനമൊട്ടാകെ ഇന്ന് വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീഷണിയിലാണ്, പ്രത്യേകിച്ച് കാട്ടുപന്നികളുടെ. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഇവ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നു, കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു, മനുഷ്യജീവനുകളെ കാർന്നു തിന്നുന്നു. പലരും ജീവിച്ചിരിക്കുന്നതെന്ന് ജീവശവങ്ങൾ മാത്രമായിട്ടാണ്. ഇത് ആദർശ്. 2.5 വർഷം മുൻപ് വരെ മറ്റുള്ളവരെ പോലെ പണി ചെയ്ത കുടുംബവും പോറ്റി കൂട്ടുകാരോടൊപ്പം കളിച്ച് ചിരിച്ച് നടന്നതാണ്. പക്ഷേ കാട്ടുപന്നിയുടെ ആക്രമണം തിരുവനന്തപുരം കല്ലറ തുമ്പോട് LPSന് സമീപം താമസിക്കുന്ന ആദർശിനെ ഈ ദുരവസ്ഥയിലാക്കി. ഒരുപാട് ഫ്രണ്ട്സുണ്ടായിരുന്നു, ഒരുപാട് ഫ്രണ്ട്സുണ്ടായിരുന്നു. പിന്നെ ബന്ധുക്കളുടെ ഒരുപാട് ആൾക്കാർ എന്ന് പോയിച്ചാൽ ഓടി വരുന്നത്. ഇപ്പം എൻ്റെ ഈ അവസ്ഥയായപ്പോൾ കഴിഞ്ഞപ്പോൾ ആൾക്ക് തന്നെ വേണ്ടാത്ത അവസ്ഥയായി. അത് എനിക്ക് വിഷമം, എനിക്ക് ഭയങ്കര വിഷമം. ഞങ്ങൾക്ക് കരയിലിട്ട് സുഖമില്ല. 2021 മാർച്ച് 29 രാത്രിയാണ് ജോലി കഴിഞ്ഞ് ഇരുചക്ര വാഹനത്തിൽ വീട്ടിലേക്ക് മടങ്ങി വരവെ കാട്ടുപന്നി ആദർശിനെ ഇടിക്കുന്നത്. റോഡിലേക്ക് തെറിച്ചു വീണ ആദർശിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കണ്ണ് തുറക്കുന്നത് മാസങ്ങൾക്ക് ശേഷമാണ്. ഒരു പെറ്റമ്മയായ ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് അവനെ 3 വർഷം കഴിഞ്ഞ് ഞാൻ അവനെ നോക്കണത്. ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് നോക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നാലും ഞാൻ അത് സഹിച്ച് അവനെ ഞാൻ നോക്കിയാണ്. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ആദർശിന് പഴയ ഓർമ്മകളില്ല. എല്ലാവരോടും ദേഷ്യം മാത്രം. എന്നാൽ ഇടയ്ക്ക് എല്ലാവരെയും പഴയതുപോലെ തന്നെ സ്നേഹിക്കും. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് 2-3 തവണ പോയി. പേരൂർക്കടയും പോയി, ജനറൽ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ലാസ്റ്റിൽ ജനറൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവർ പറയുന്നത്, പിന്നെ അവരുടെ ബോർഡിൽ അവിടെ ഈ ഇതിൻ്റെ ഒരു മെഡിക്കൽ ബോർഡുണ്ട്, ബോർഡിൽ ന്യൂറോ സർജറി ഡോക്ടറില്ല, ആ ഒരു കാരണത്താൽ ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ DMO ഓഫീസിൽ പരാതി കൊടുത്തിട്ട് 1 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ആദർശിന് വയസ്സ് 29 ഈ പ്രായത്തിലും മകനെ ഒരു കുഞ്ഞിനെ പോലെയാണ് അച്ഛനും അമ്മയും ഓമനിച്ച് വളർത്തുന്നത്. അവരുടെ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞത് കാട്ടുപന്നിയുടെ ആക്രമണമാണ്. ഇനി അവന് ആക്ച്വലി വേണ്ടത് ഒരു മെൻ്റൽ ട്രെയിനിങ്ങും ഒരു ഫിസിക്കൽ ട്രെയിനിങ്ങും വെച്ചാൽ അത് കുറച്ച് ദൂരം അവനെ നടത്തിക്കാനും ദിവസമുള്ള കാര്യങ്ങൾ ചെയ്യാനും കുറച്ചൊരു മെൻ്റലായിട്ടൊരു സഹായം അവന് ആരെയെന്നെങ്കിലും ഏതെങ്കിലും അത് നമ്മൾ കൊണ്ടുപോയി നിർത്തി ഒരു 3 മാസം ചെയ്യുന്നെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ട്രെയിനിങ് സെൻറ്ററുകൾ ഏതെങ്കിലും ഉണ്ട്. ഇവനൊരു 3 മാസത്തെ ഒരു ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അവൻ വീണ്ടും ജീവിതത്തിലേക്ക് വരും എന്നൊരു പ്രതീക്ഷ. ആദർശിന് പഴയതുപോലെ കൂട്ടുകാരെ വേണം. തന്നെ ആക്രമിച്ച പോലെ കാട്ടുപന്നി ഇനി മറ്റാരെയും ആക്രമിക്കരുത്, മറ്റാരുടെയും ജീവൻ തകർക്കരുത്. അതാണ് പാതി ഓർമ്മയിലും അവൻ്റെ പ്രാർത്ഥന. അനൂപിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.